സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 5 ബുധൻ. ധാർമ്മികത മറക്കുന്ന ഭരണകൂട തിടുക്കങ്ങൾ. നിയമവാഴ്ച ഉറപ്പാക്കേണ്ട സർക്കാർ തന്നെ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും നോക്കുകുത്തിയാക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ കാവലാളായ കോടതികൾ ഇടപെടുന്നത് സ്വാഭാവിക ഔചിത്യം കൊണ്ടു മാത്രമാണ്. ADGP എസ് ശ്രീജിത്തിനെ DGP-ആക്കി ഉയർത്താനുള്ള UDF സർക്കാരിൻ്റെ തിടുക്കത്തിനു നേരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി താക്കീതായി നിന്നത് അത്തരമൊരു ഓർമ്മപ്പെടുത്തലാണ്. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ സ്ഥാനക്കയറ്റം നൽകിയത് എന്തടിസ്ഥാനത്തിലെന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചത്. ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ചിത്തരേഷ് നടേശൻ, ലോക പുരുഷ സൗന്ദര്യ മത്സര വെള്ളി മെഡൽ ജേതാവ് ഷിനു ചൊവ്വ എന്നിവർക്ക് ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി വഴിവിട്ട് നിയമനം നൽകിയത് ചോദ്യം ചെയ്ത ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയിൽ നിന്ന് കടുത്ത പരാമർശങ്ങളുണ്ടായത്. അധികാരത്തിലേറി 3 മാസം തികയും മുമ്പാണ് VD സതീശൻ സർക്കാരിന് നീതിപീഠത്തിൽ നിന്ന് പഴി കേൾക്കേണ്ടി വന്നത്. ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരുത്തുമ്പോൾ പാലിക്കേണ്ട യോഗ്യതകളും നടപടിക്രമങ്ങളും നിലവിലുണ്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് വിജിലൻസ് ക്ലിയറൻസ്. ആരോപണ മുനയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് തലപ്പത്ത് അവരോധിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത്? ആരോപണ വിധേയർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്തിനിത്ര തിടുക്കം എന്ന കോടതിയുടെ ചോദ്യം കേവലം സാങ്കേതികമല്ല, ഭരണരംഗത്ത് പാലിക്കേണ്ട അടിസ്ഥാനപരമായ സുതാര്യതയെയും ധാർമ്മികതയെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഷിനു ചൊവ്വ, ചിത്തരേഷ് നടേശൻ എന്നിവരെ വളഞ്ഞ വഴിയിൽ പോലീസ് സേനയിലെടുത്തത്. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ADGP എസ് ശ്രീജിത്തും. ഇരുവരുടെയും നിയമനത്തിനെതിരെ അന്ന് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വലിയ പ്രതിഷേധങ്ങളുയർത്തിയിരുന്നു. പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യത പൊതുജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. അവിടെ പക്ഷപാതമോ രാഷ്ട്രീയ തിടുക്കങ്ങളോ നിഴലിച്ചാൽ അത് സേനയുടെ മനോവീര്യത്തെ മാത്രമല്ല സർക്കാരിൻ്റെ പ്രതിച്ഛായയെയും ബാധിക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലായാലും സ്പെഷ്യൽ നിയമനങ്ങളുടെ കാര്യത്തിലായാലും കൃത്യമായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ADGP എസ് ശ്രീജിത്ത് എതിർകക്ഷിയായ ഹർജിയിലെ ആരോപണത്തിൽ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണം സംബന്ധിച്ച് കോടതി നേരത്തെ നിലപാട് തേടിയിരുന്നു. ഈ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് DGP-ആയി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തിടുക്കം കാട്ടിയത്. സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. നീതിപീഠത്തിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല. സർവീസിൽ കയറിയ കാലം മുതൽ അനവധി ആരോപണങ്ങൾക്ക് പാത്രമാകേണ്ടി വന്ന ഉദ്യോഗസ്ഥനാണ് എസ് ശ്രീജിത്ത്. വിവാദ വ്യവസായികളുമായുള്ള വഴിവിട്ട ചങ്ങാത്തവും നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദുരൂഹ ഇടപെടലുകളും ശ്രീജിത്തിനെതിരെ ഉയർന്നു. കണ്ണൂർ പാലത്തായി പീഡനക്കേസിലും ഈ ഉദ്യോഗസ്ഥൻ്റെ വഴിവിട്ട ഇടപെടലുകളുണ്ടായെന്ന് ആരോപണമുയർന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ എസ് ശ്രീജിത്ത് പോക്സോ കേസുകൾ ഒഴിവാക്കിയുള്ള ഭാഗിക കുറ്റപത്രമായിരുന്നു ആദ്യം സമർപ്പിച്ചത്. ഇതാണ് കേസിലെ പ്രതിയും പ്രാദേശിക BJP നേതാവും അധ്യാപകനുമായ കുനിയിൽ പത്മരാജന് തുടക്കത്തിൽ ജാമ്യം കിട്ടാൻ ഇടയാക്കിയതെന്നും വിമർശനമുയർന്നു. അന്വേഷണം നടക്കുന്നതിനിടെ IG ശ്രീജിത്ത് പൊതുപ്രവർത്തകനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇരയായ കുട്ടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും പ്രതിയെ ന്യായീകരിക്കുന്ന രീതിയിലുമായിരുന്നു ആ സംഭാഷണമെന്നും ആരോപണമുയർന്നു. ഇരയെ അപമാനിക്കുന്നതും കേസ് അട്ടിമറിക്കുന്നതും തുല്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. കുടുംബത്തിൻ്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി എസ് ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഉത്തരവിട്ടതും നാം ഓർക്കണം. ഇത്തരത്തിൽ സർവീസ് ബുക്കിൽ പലതവണ ചുവപ്പ് വര വീണ ഒരു ഉദ്യോഗസ്ഥനെ പൊതിഞ്ഞുകാക്കാനും പോലീസ് തലപ്പത്ത് അവരോധിക്കാനുമുള്ള UDF സർക്കാരിൻ്റെ വ്യഗ്രത കേരളീയ പൊതുസമൂഹം അംഗീകരിച്ചു തരുമോ? തങ്ങളല്ലാതെ മറ്റാരെന്ന 2ാം പിണറായി സർക്കാരിൻ്റെ ഔദ്ധത്യത്തിനെതിരെ രാഷ്ട്രീയ കേരളം നിലപാടെടുത്തതിനാലാണ് സംസ്ഥാനത്ത് ഭരണമാറ്റം സാധ്യമായത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇടതുമുന്നണിയുടെ ചരിത്ര തോൽവിക്ക് കാരണമെന്ന് CPM നേതൃത്വം തന്നെ തുറന്നു സമ്മതിക്കുന്ന സമയത്താണ് 1/4 കൊല്ലം പോലും പൂർത്തിയാക്കുന്നതിനു മുമ്പേ VD സതീശൻ സർക്കാരും പിണറായി സർക്കാർ വെട്ടിത്തെളിച്ച വളഞ്ഞ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നത്. നീണ്ട 10 വർഷം ജനം പുറത്തിരുത്തിയതിനു ശേഷമാണ്
വലിയ ഭൂരിപക്ഷത്തിൽ അവർ തന്നെ തങ്ങളെ അധികാരത്തിലെത്തിയതെന്ന ചിന്ത UDF സർക്കാരിന് ഉണ്ടായിരുന്നാൽ അവർക്ക് നന്ന്. ജനം വെറുത്ത് വലിച്ചെറിഞ്ഞവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അതേ ജനതയ്ക്ക് വലിയ ഗൃഹപാഠമൊന്നും ചെയ്യേണ്ടി വരില്ലെന്ന കാര്യം ഇനിയും പഠിക്കുന്നില്ലെന്നോ?